അവിടെ നിന്നെ ഇതുവരെ ഓഫീസ് ഉണ്ടായിരുന്നോ? സമയം എന്തുവായിരുന്നു പറഞ്ഞോണ്ടാ? നീ സമയം ഒന്നും നോക്കുന്നില്ലയോ? ഇത്ര നേരം എന്തുവാ ഓഫീസിൽ പണി? എനിക്ക് പല കാര്യങ്ങളും കാണും ഓഫീസിൽ, അതൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടോ? അവിടെ ധിക്കാരം കണ്ടില്ലയോ? പോകുന്നതിന്റെ ഇരുന്ന് അച്ഛനിഞ്ഞു വരട്ടെ, ഇവിടെ പറഞ്ഞു കൊടുക്കണം. എന്റെ മോനോടും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ വന്നതേ ഉള്ളടാ. ഇവിടുത്തെ അമ്മായിമ്മയും പെങ്ങളും കൂടി ഭയങ്കര ശല്യമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിവായി. ഇനി അങ്ങേരെയും കൂടി ഇനി എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. ഇവരെ എല്ലാം ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. തള്ളയാണെന്ന് തോന്നുന്നു കൂട്ടുന്നത്. ഞാൻ തുറക്കാനൊന്നും പോകുന്നില്ല, നീ സംസാരിക്കേ. എത്ര നേരം കൂടിയാ നിന്നെ വിളിക്കുമായിരുന്നു? നീ ഇത് വിളിയൊന്നും കേട്ടില്ലയോ? നീ ഈ സാമാന്യം ചിരിക്കാത്ത വെച്ചോണ്ട് ആരെയാടി വിളിച്ചോണ്ടിരുന്നേ? നീ ആരെയാ വിളിച്ചോണ്ടിരുന്നേ? നിങ്ങളുടെ മോന് കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ വല്ലവരെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ മോന് കഴിവുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അവനെ ഇന്ന് വിളിച്ച് തിരക്കട്ടെ. അവന് കഴിവുള്ളവനാണോ ഇല്ലയോന്നു. അവൾ എന്റെ നേരെ തട്ടിക്കേറി. ചുടിദാർ നീ ഇത് കേക്ക്. എന്റെ നേരെ തട്ടിക്കേറി. അവൾ ആരെ വിളിക്കുവാ? ആരെ വിളിക്കാനാ? പോടി, ഞാൻ കേട്ടതല്ലേ. അവൾ എന്നെ കണ്ടോണ്ട് നമുക്ക് അവനെ വിളിച്ച് എന്റെ കുഞ്ഞ് എന്തോ ചെയ്യാനാ? അവൻ ഇത് അറിയുമ്പോ ബഹളം വെക്കത്തില്ലേ അവിടെ? എന്ത് ചെയ്യും നീ? മക്കൾ ഒരു ഇത് പറഞ്ഞതാ അമ്മയ്ക്ക്. അമ്മ ഇപ്പൊ എന്താ ചെയ്യാൻ വിളിക്കുവായിരിക്കും ചേച്ചി. നമ്മളൊക്കെ ഇവിടെ എന്താ ചെയ്യുമെന്ന് പറ. അമ്മേ, എന്താ പ്രശ്നം അറിയാവോ? ആ ചേട്ടൻ ഗൾഫിലായിരുന്നു. ചേട്ടനോടൊന്ന് നാട്ടി വരാൻ പറ, അപ്പൊ തീരും പ്രശ്നങ്ങളൊക്കെ. എന്നാലും ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ചേട്ടനോട് പറ. അമ്മ ചുരിദാർ അങ്ങനെ ഉണ്ടോ നോക്ക്. നീ നിനക്കിപ്പോ അതാ വലുത്. ചുരിദാർ നോക്കുന്നേ വലുത്. എന്റെ നെഞ്ചിനകത്ത് തീയാ. മാറ്റി കെട്ടണം. എടി രമേ, നീ രമയൊന്നും ഇല്ല പോന്നു. രമേ എടി ഇങ്ങോട്ടൊന്ന് കയറി വന്നേടി. ബാ ഇങ്ങോട്ട് വന്നിട്ട് പോ. എന്തു ചേച്ചി വരാനോ? എന്തുവാണോ? പശുവിനെ മഴ പെയ്യുന്നില്ല. പെയ്യുമ്പോഴത്തേക്ക് പശുവിനെ അഴിച്ചു കെട്ടണം. എന്തു ചേച്ചി എന്തെടുക്കുവാ? പാലും കൊണ്ട് പോകാൻ ഇറങ്ങിയായിരുന്നോ? ഈ പാലൊക്കെ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ കൊണ്ടുപോയില്ലയോ? ഞാൻ പശുവിനെ അങ്ങോട്ട് അഴിച്ചു കെട്ടാന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്താ പറ്റി? ഒരു വിഷമം? ഒന്നുമില്ലടി, ചുമ്മാ ഇങ്ങനെ ഇരുന്നതാ. ഇല്ലയോ? അപ്പുറത്തെ ആ പെണ്ണ് ഒളിച്ചോടി പോയെന്ന്. 2 പിള്ളേരെയും കളഞ്ഞിട്ടാ പോയത്. എന്തുവാ അറിഞ്ഞില്ലയോ? അവള് ജോലിക്ക് പോയെന്നടുത്തായിട്ട് അങ്ങ് പ്രേമമായി. അവന്റെ കൂടെ 2 പിള്ളേരെ കളഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോയെന്ന്. നാട് മൊത്തം ഇപ്പൊ അതാ പറച്ചില്. ചേച്ചി ഉള്ളെന്ന് അറിയാഞ്ഞതാ കീഴി കിടന്നിട്ട് അറിഞ്ഞില്ലയോ? ഇല്ല വീടല്ലയോ? ആന്നോടി, ഞാൻ അറിഞ്ഞില്ലല്ലോടി. ഈ സംഭവം ഒന്നും ആരും പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ മക്കളെ. ചേച്ചിയുടെ മരുമോളും ജോലിക്കൊക്കെ പോകുന്നില്ലേ ഇപ്പം? ജോലിക്കൊക്കെ പോകുന്നുണ്ടടി. ഞാൻ എന്തോ പറയാൻ, ഈ കളവി എന്തോ പറയാനാ? മോൻ വരാറായില്ലയോ ചേച്ചി? എന്താ ചേച്ചി പിള്ളേര് വേണ്ടായോ? 2-3 കൊല്ലം വലിയ പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട്. പിള്ളേരൊക്കെ വേണോ വേണ്ടായോ എന്ന് അവരുടെ തീരുമാനം. നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അതേ ചൊല്ലി പ്രശ്നം ഉണ്ടാകണ്ട. ഉണ്ടാകുന്ന സമയത്തുണ്ടാവും. വേണമെങ്കിൽ അവർക്ക് വേണം. നമ്മളിപ്പോൾ എന്താ ചെയ്യാനാ? എൻ്റെ മോള് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആയതേ ഉള്ളൂ. ഇപ്പൊ 4 മാസം ഗർഭിണിയും കൂടെ. പിള്ളേരൊന്നും വേണ്ടായോ അവർക്ക്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി അവര് തമ്മിൽ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ അവൾ 24 മണിക്കൂർ ഓഫീസിൽ പോയിട്ട് വന്ന് ഫോൺ വിളിക്കുക. അയ്യോ, ഇതുപോലെ ആയിരുന്നു ചേച്ചി അപ്പുറത്തും. അവസാനം അല്ലേ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയത്. ചേച്ചി ഒന്ന് നോക്കിക്കോണേ കേട്ടോ. ഞാൻ എന്തോ നോക്കാനാ ചേച്ചി? അവനെ വിളിച്ചങ്ങോട്ട് പറ. പിന്നല്ലാതെ അതൊരു മണ്ണുണ്ണപ്പനാന്ന്. അവനോട് ആര് പറയാനാ? അവൻ പെണ്ണുമ്പിളെ അങ്ങ് വിശ്വസിച്ചിരിക്കുക. പെണ്ണുമ്പിള പറയുന്നത് അവന് വേദവാക്യം. ഞാനിപ്പോൾ എന്തോ ചെയ്യാനാ? ഇവള് പറഞ്ഞതിനകത്ത് കാര്യമുണ്ടല്ലോ. ഞാൻ ചെറുക്കനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ. മോനെ, സുഖമാണോ മക്കൾക്ക്? പക്ഷെ കഴിഞ്ഞോ? മക്കളെ, അമ്മ ഒരു കാര്യം പറയാനാ വിളിക്കുന്നത്. അമ്മയ്ക്ക് പ്രായമായി വരുമല്ലയോ? നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലയോ അമ്മയ്ക്ക്? മക്കളൊന്ന് ലീവിന് വാടാ. എത്ര നാളായിടാ വന്നിട്ട്? മോൻ വാ. വന്നിട്ട് അമ്മയ്ക്ക് ഒരു ആഗ്രഹമില്ലയോ മോനെ? ഒന്ന് കയറി വരണേ മക്കള്, ലീവ് ചോദിക്കണേ. തള്ളയുടെ ഒരു മനസ്സിരിപ്പ് കണ്ടോ? ഞാൻ പെറ്റി വരികി കിടക്കാനായി എത്ര ആക്രാന്തം മൂത്ത് നടക്കുന്നത്.